ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചക്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമല്ലേ ചക്ക? നാടൻ രീതിയിൽ നമുക്കൊന്ന് ചക്ക വേവിച്ചെടുത്താലോ? ഇതൊരു നാടൻ റെസിപ്പിയാണ്. ചക്ക ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ വീട്ടിലെല്ലാം അധികം ഈ ഒരു രീതിയിലാണ് ചക്ക വെക്കുന്നതും ഞാൻ കണ്ടിട്ടുള്ളത്. ചക്ക വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ചക്കയും ചക്കേന്റെ കുരുവും എല്ലാം ഉണ്ട്, ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടണം. അപ്പൊ ഞാനിവിടെ ചക്ക വെക്കുന്നത് കുക്കറിലാണ് കേട്ടാ. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കഴുകിയ ചക്ക നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ചക്കയെല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുരുമുളക് പൊടി തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ എപ്പോഴും ചക്ക വെക്കുമ്പോഴും ഇതുപോലെ കുരുമുളക് പൊടി ചേർക്കലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചക്ക കൂടുതലുള്ളത് കൊണ്ട് ഞാനൊരു 1.5 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുത്തതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും എത്തും. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഈ കുക്കിന് മിക്സാക്കി കൊടുത്താൽ ചക്കേന്റെ എല്ലാ ഭാഗത്തേക്കും ആ പൊടിയും വെള്ളവും എല്ലാം എത്തും കേട്ടോ. ഞാനൊന്ന് അങ്ങനെ ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ ചക്ക നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിന്റെ മൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ചക്ക അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ട് 2 വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ആക്കി ഇട്ടിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. നമ്മളെ ചക്കയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, വെന്ത് ഉടഞ്ഞങ്ങട്ടായിട്ടില്ല. പക്ഷെ നമുക്കിത് എന്തായാലും ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. തേങ്ങയിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ്. തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മളിപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഞാനിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു ചക്കേന്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലെല്ലാം അധികം ഈ ഒരു രീതിയിൽ തന്നെയാണ് ചക്ക എപ്പോഴും അമ്മ ഉണ്ടാക്കല്. അപ്പോൾ ഇന്നും ചക്ക കിട്ടിയാലും ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും ഒരുവിധം ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. നമ്മളെ ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കല് കേട്ടോ. കണ്ണൂർ ഭാഗത്തെല്ലാം ഏകദേശം ഇതുപോലെ തന്നെയാണ് ചക്ക വെക്കുക. കണ്ട, ഇതൊന്ന് ഉടച്ചെടുക്കുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറഞ്ഞു വന്നു കേട്ടോ. ഒന്ന് ചുരുങ്ങി വന്നു അല്ലേ? ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് എരിവെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പൊ ഞാനിവിടെ ചക്ക നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചക്കയിലേക്ക് വറുത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ചക്കയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാടൻ റെസിപ്പിക്കെല്ലാം വെളിച്ചെണ്ണ നല്ലത്, ചക്കയെല്ലാം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ചക്ക വെക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളിയാണ് വറുത്തിട്ട് കൊടുക്കല്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വരണം കേട്ടോ. അതുവരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ ചക്ക വെക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോ ഇതൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിത് വറുത്തിട്ട് കൊടുക്കാം.
അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുമെന്ന്. നമുക്കിനി ഇത് ചക്കയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ആഹാ, എന്നാ മണം! വെളുത്തുള്ളി വറുത്തിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും കൂടുതലാണ് കേട്ടോ ചക്കക്ക്. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളിയെല്ലാം വറുത്തിട്ടിട്ട് ചക്ക കഴിക്കാത്തവര് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചക്കേന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇട്ട് കൊടുത്ത വറവ് എത്തണം കേട്ടോ. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ലേ? അപ്പൊ ചക്കയെല്ലാം കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് ചക്ക കാണാൻ? ചക്ക വേവിച്ചത് കേട്ടോ. അപ്പൊ ഇതുപോലെ ചക്ക വേവിച്ചത് ഉണ്ടാക്കാത്തവര് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.